എനിക്കിനി ഓടാൻ വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അരവിന്ദ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ കുഴപ്പത്തിലാക്കരുത്. പോലീസ് ഇവിടെയും വരും. നീയും രക്ഷപ്പെടില്ല. ഇതാ അങ്ങോട്ട് പോയാ കാടാ. രക്ഷപ്പെടാം. എനിക്ക് വയ്യ. പോലീസിന്റെ കൈ കിട്ടിയ ഞാൻ തൂക്കുമരം വരെ എത്തുകയില്ല. അവരെന്നെ കൊന്ന കാട്ടിലെറിയും. അരവിന്ദ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പോകുന്നോ അതോ ഞാൻ പോലീസിന് ഫോൺ ചെയ്യണോ? അതാണ് വിപ്ലവം. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ നിൽക്കാതെ ചെഗുവരെ തന്റെ തോക്കുമെടുത്ത് മോചനമില്ലാതെ കിടന്ന മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. അവിടെ നിന്നൊരിക്കൽ ചെഗുവരെ കാസ്ട്രോയ്ക്ക് എഴുതി, കുഞ്ഞെ, മാനം മര്യാദയ്ക്കും ദൈവഭയത്തിനും ജീവിക്കുന്ന ഒരു വീടാണിത്. എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കരുത്. വേണ്ട, ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ പോലെയുള്ളവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ. ശേഷി എവിടെ ഉണ്ട്? കോട്ടമലയിൽ എവിടെയോ ഏതോ ആദിവാസി ക്യാമ്പിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. പോലീസ് ഇവിടെ വരും. ചിലപ്പോ പണം തരും. അത് വാങ്ങിയിട്ട് എന്നെ ഒറ്റരുത്. കേസൊന്നുമില്ലേലും പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പഴയ തീസീസും തിയറിയും ഒന്നും പാഴായി പോവില്ല. ബൂർഷ്വാ പത്രത്തിൽ ലേഖനം എഴുതാം, ഓർമ്മക്കുറിപ്പുകൾ എഴുതാം. പെറ്റി ബൂർഷ്വകൾ കക്കൂസിലിരുന്ന് വിപ്ലവം വായിച്ച് രസിക്കട്ടെ.